വളരെ വേദനാജനകമായ ഒരു സംഭവം. കടാതി പള്ളിയിൽ ആ ഒരു ചേട്ടൻ കതിന നിറയ്ക്കുന്നതിനിടയ്ക്ക് കതിന പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു അല്ലേ. ഒരു കണക്കിന് പറഞ്ഞാല് അദ്ദേഹം അവിടെ വെച്ച് ജീവൻ ബലി കൊടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ കതിന എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നിർത്തേണ്ട കാലങ്ങൾ പണ്ടേ അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ. ഇന്നൊരു കമന്റ് കണ്ടത്, ഇടിവെട്ടിക്കാൻ കഴിവുള്ള ദൈവത്തെ സുഖിപ്പിക്കാനുള്ള വെടി എന്നാണ് കേട്ടത് കേട്ടോ. ഒരു കമന്റ് കേട്ടാണ് ഞാൻ. അപ്പൊ 1 ലക്ഷം രൂപയും കൊണ്ടോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയും കൊണ്ടോ 1 കോടി രൂപയും കൊണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ സംഭവങ്ങളൊക്കെ ഏത് മതവിഭാഗമായാലും ഇത്രയും അപകടം പിടിച്ച ഒരു സംഭവം പണ്ട് കാലത്തൊക്കെ പൊട്ടിച്ച് ചിലപ്പം ചില വസൂരികളും അങ്ങനെയുള്ള ഒക്കെയുള്ള എയർ അല്ലെങ്കിൽ അതൊക്കെ ആ കാലത്തുണ്ട്. എയറൊക്കെ വായുവൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ, എൻ്റെ ഒരു വിശ്വാസമാണത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഇതൊന്നും അറിയിക്കാൻ ആചാര വെടി മുഴക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ ഇത്രയും ഫ്ലെക്സുകളും അതും ഇതും ഉള്ളപ്പം ഈ ആചാര വെടിക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല. അതുപോലെ തന്നെ ഇത് കഥന പൊട്ടിയപ്പം അച്ഛൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞത്, എപ്പോൾ എന്തിനാ കഥന പൊട്ടിച്ചതെന്ന്. ശരിയാണ്, കാരണം ചില സന്ദർഭങ്ങളിലാണ് ഇത് പൊട്ടിക്കേണ്ടത്. പക്ഷെ അത് അറിയാതെ പൊട്ടിയാന്ന് ആരും അറിയുന്നില്ല. എന്നാൽ ഈ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന തിരുമേനി എന്ന് പറയുന്നു, അദ്ദേഹത്തിന് അതൊന്ന് നിർത്തിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇവർക്ക് ഒരു കുർബാനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും ഇവർ അതിലൂടെ മാത്രമേ, അതായത് ഒരു മനുഷ്യൻ എടുത്തെറിയപ്പെട്ടു എന്നാണ് പറയണേ. അവിടുന്ന് എടുത്തെറിയപ്പെട്ടു എന്നാണ് പറയണേ ആ മുറിയിൽ തന്നെ കേട്ടോ. ഈ കണ്ടാ അറിയാം, ഇവിടെ ഈ മുറിക്കകത്ത് വെച്ചാണ് ഇതെല്ലാം ചെയ്തതൊക്കെ. അപ്പൊ ഇതുപോലുള്ള മനസാക്ഷിയില്ലാത്ത ചില അനേകം വൈദികരിൽ അനേകം തിരുമേനിമാരിൽ വളരെ ചുരുക്കം ചിലർ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കുർബാന നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതൊരു മനുഷ്യത്വം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് വൈദികരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ശവാടക്ക് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിപ്പം ഒരാളവിടെ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന് എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, കുഴഞ്ഞു വീണു. ഈ അച്ഛൻ ഡെഡ് ബോഡിയുടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കുഴഞ്ഞു വീണത്. അപ്പോൾ അയാളുടെ ഭാര്യയൊക്കെ വളരെ കരഞ്ഞിങ്ങനെ ചെല്ലുക കേട്ടോ എല്ലാവരും, കാരണം അവർ അത്ര സീരിയസ് ഉള്ള ഒരാളാണ്. പക്ഷേ ഒരുപക്ഷെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഇരുന്ന് കരയുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇദ്ദേഹം വീണപ്പോൾ കരയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും എന്താ പറ്റിയെന്ന് പോലും ചോദിക്കാതെ ശുശ്രൂഷ തുടരുന്ന വൈദികർ. വൈദികരിലേക്കുള്ളൊരു ബഹുമാനങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലത്ത് നിങ്ങളും കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് പെരുമാറുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ കഠിന പരിപാടി എല്ലാ കാലത്തും എല്ലാ മതത്തിലും നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ചെയ്യുന്ന ഈ പരിപാടികൾ, ഈ ചൂടത്ത് ഈ ചെയ്യുന്ന പരിപാടികൾ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ചെയ്യുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ആ മരിച്ച പ്രിയപ്പെട്ട രവിച്ചേട്ടന് ആദരാഞ്ജലികൾ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ജെയിംസ് ചേട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ.